മലയാളത്തിൽ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്, മലയാളത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷെ മമ്മൂക്ക ഒന്നേ ഉള്ളൂ കേട്ടോ. ഭ്രമയുഗം പലരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിനയ മഹാത്മ്യത്തിൻ്റെ അങ്ങേയറ്റമാണെന്ന്, കൈലാസമാണെന്ന്. അതാവില്ല. ഞാൻ കണ്ടെടുത്തോളം ഭ്രമയുഗത്തെ പോലും ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ വരാനിരിക്കുന്നതേയുള്ളൂ മമ്മൂക്കയിൽ നിന്ന്. കാത്തിരിക്കാം നമുക്ക്. നമസ്കാരം. കേരളത്തില് ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷേ മമ്മൂട്ടി ഒന്നേ ഉള്ളൂ. ഏതൊരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, കവി എന്നാൽ കാളിദാസനാണ്. കാളിദാസനാണ് അഗ്രിമസ്ഥാനത്ത് കവികളിൽ. അതിൻ്റെ അടുത്ത വരി എന്താ അറിയോ? പിന്നെ ഒരുപാട് കവികളുണ്ട് ഭാരതത്തിൽ. അങ്ങനെയാണ്. അതുപോലെയാണ് മമ്മൂട്ടിയുടെ കാര്യവും. ഭ്രമയുഗം ഞാൻ കണ്ടു. ഭ്രമയുഗത്തെക്കുറിച്ച് സിനിമ അറിയാവുന്നവരും സിനിമ ആസ്വദിക്കുന്നവരും ഒക്കെ അഭിപ്രായങ്ങൾ എഴുതി. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം എഴുതാൻ എനിക്ക് വാക്കുകളില്ല. അതിഗംഭീരം, അതിസുന്ദരം, മനസ്സിനെ ഹരിച്ചെടുക്കുന്നത്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒന്നും അതിന് പോരാത്തതല്ല. പക്ഷെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പകുതി മമ്മൂട്ടിയും പകുതി കഥാപാത്രവുമായിരുന്നു. എൻ്റെ അഭിപ്രായം, എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാറില്ല, എൻ്റെ അഭിപ്രായം, ഇപ്പോൾ മമ്മൂട്ടി ഏതൊരു കഥാപാത്രത്തെ ചെയ്താലും അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം എന്താണ്? എല്ലാവരും ചോദിക്കുന്നത്, തൃശ്ശൂർ രാഗം സിനിമ തിയേറ്ററിൽ പുതിയ സിനിമ പോകുന്നുണ്ടല്ലേ, ഇത് ആരുടെ സിനിമയാണ്? മമ്മൂട്ടിയുടെ സിനിമ. അന്നൊന്ന് കാണണം. മമ്മൂട്ടിയുടെ സിനിമ അന്നൊന്ന് കാണണം. വേറെ ആരെങ്കിലും സിനിമ വന്നു കഴിഞ്ഞാൽ ആരുടെ സിനിമ? ഇന്ന ആളുടെ സിനിമയാണ്. എങ്ങനെ, നന്നായിട്ടുണ്ടോ? കൊള്ളാം, അത്രയേ ഉള്ളൂ അല്ലേ? അത് നന്നായിട്ടുണ്ട്, എന്നൊന്ന് കാണണം. മറ്റുള്ള സിനിമ നന്നായിട്ടുണ്ടെങ്കിലും ഒന്ന് കാണണം. മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിലോ എന്നാ കാണണം. അതാ വ്യക്തി പടുത്തുയർത്തിയിട്ടുള്ള വലിയൊരു പേഴ്സണാലിറ്റി, ആന്തരിക ഗംഭീരത്വമാണ്. അതും ആ കഥാപാത്രത്തിൽ സന്നിവേശനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ പാട്ടുകാരി ചിത്ര. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിയുന്ന ഒരു 5-6 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ ആൾക്കാരാണ് പറയുന്നത്, ഇന്ന് അവരുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ പാട്ട് മുഴുവൻ അയ്യേ ഇതെന്ത് പാട്ടാത് എന്ന് തോന്നുന്ന രീതിയിലായിപ്പോയി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തരെയും ആരത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നതിലുപരി ആര് ചെയ്യുന്നു എന്നതിനും വലിയ വലിയ കാര്യമുണ്ട് അതിനകത്ത്. ഞാനൊരിക്കൽ മൃഡാനന്ദ സ്വാമിയോട്, അദ്ദേഹം മരിച്ചുപോയി, അപ്പം അദ്ദേഹം എന്തോ ഒരു കാര്യത്തിന് ഗുരുവായൂർ പോയിട്ട് എന്തോ ഒരു പ്രസംഗം നടത്തി. അവിടെ എന്തൊക്കെയോ ശരിയല്ലായ്മകളെക്കുറിച്ച് എന്തൊക്കെയോ ഒരു പ്രസംഗം നടത്തി. അമ്പലത്തിന് പുറത്ത് ആരൊക്കെ വന്നൊരു ഷെഡ് കെട്ടി, നിരീശ്വരവാദികളോ ആരോന്നറിയില്ല, അപ്പം അതിനെതിരെ അമ്പലത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, സ്വാമി എന്താ ഗുരുവായൂരപ്പൻ്റെ സംരക്ഷണത്തിന് കോൺട്രാക്ട് എടുത്തിരിക്കുക ചോദിച്ചു. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതെ, അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു സ്വാമി എന്നൊരു അമ്മാവൻ്റെ പോലെ പരിഗണിക്കുന്നത്. അങ്ങനെ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കൊഞ്ഞാണൻ RSS സ്വാമിമാരുടെ പോലെയല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, സ്വാമി എന്താ അവിടെ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണോ ഗുരുവായൂരപ്പനെ സംരക്ഷിക്കാൻ? ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഗുരുവായൂർ അപ്പൻ അവിടെ ഉണ്ടോ? ഇങ്ങനെ ഈ തിരക്കുകളും ചുറ്റും കടകളും അതും ഇതും അതിനകത്തുള്ള എല്ലാ വിധത്തിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള ബിസിനസ്സും പുറത്തുള്ള ബിസിനസ്സും കച്ചവടം, അമ്പലക്കച്ചവടം, ഇതിൻ്റെ എവിടെയാ ഗുരുവായൂരപ്പൻ? അദ്ദേഹം പറഞ്ഞത് അവിടെയാ ഗുരുവായൂരപ്പൻ ഉണ്ടാവുക. അന്യത്ര മനാ ഭൂവം നാദർശം. മനസ്സവിടെയല്ല. ഏത് റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ധ്യാനിക്കാം, അതിനൊരു ശക്തി വേണം. കണ്ണുകൊണ്ടെല്ലാം കാണുന്നുണ്ട്, പക്ഷേ മനസ്സോ കണ്ണായ കണ്ണ്, മനസ്സ്, അതിനും കണ്ണായിരിക്കുന്ന പൊരുൾ, അതിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ ചരിച്ചുകൊണ്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ അനുഭവിക്കുന്നില്ല. കാണുന്നതേ ഉള്ളൂ, അനുഭവിക്കുന്നില്ല. കാരണം മനസ്സ് മറ്റൊരിടത്താണ്. മനസ്സ് അവിടെ കൊണ്ടാണ് നിർത്തിയിട്ടുള്ളത്. അതിനൊരു കഴിവ് വേണം. അതാണ് ഈ യോഗികളും എല്ലാവരും അങ്ങനെയുള്ള ആളുകളൊക്കെ അവരെല്ലാ കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും അവർ ഇടപെടുന്നുണ്ട്, പക്ഷെ അവർ ഇടയിൽപ്പെട്ടു പോകുന്നില്ല. കാരണം എന്താണ്? അന്യത്ര മനാ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ച്. മമ്മൂട്ടി വിഹരിക്കുന്ന മേഖല അതൊരിക്കലും പുറത്ത് കാണുന്ന സുസുന്ദരമായിട്ടുള്ള മേഖലയൊന്നുമല്ല. ഒരു സിനിമ നമ്മൾ പുറത്ത് കാണുമ്പോൾ അതിൽ ആ സിനിമാ നടികൾ, സിനിമാ നടന്മാര്, സംഗീതജ്ഞന്മാര്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, കഥ എഴുതുന്ന ആളുകൾ, ക്യാമറാമാൻ, അങ്ങനെ ബോയ്സ് എല്ലാവരും ഉണ്ടല്ലോ. ഇവരുടെ വ്യക്തിത്വം അതിനകത്ത് ചേർക്കല്ല ചെയ്യുന്നത്. ഇവരുടെ ഓരോരുത്തരുടെ കഴിവുകൾ ചേർത്ത് നല്ലൊരു റെസിപ്പി, ഒരു ഉൽപ്പന്നം അതാണ് നമുക്ക് തരുന്നത്. പക്ഷെ ആ കാണുന്നതല്ല സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെല്ലാ തരക്കാരും ഉണ്ട്. മാത്രമല്ല കലാകാരന്മാരെന്ന് പറയുമ്പോൾ കുറേയൊക്കെ നമ്മൾ പറയാറുണ്ട്, തലതെറിച്ചവരെന്ന് പറയാറുണ്ട്. അത് സമൂഹം അംഗീകരിക്കുന്നുണ്ട്. അതിനകത്ത് മദ്യപിക്കുന്നവരുണ്ടായിരിക്കും. അയാളൊരു കലാകാരനെ ഇറക്കി ഉണ്ടാവുന്നേ. പോലീസുകാരവരങ്ങനെയാ പറയുക. അതവർക്കൊരു പ്രിവിലേജാണ്. MDMA പ്രളയമാണെന്നൊക്കെയും പറഞ്ഞ് ലഹള ഉണ്ടായിട്ടുണ്ടല്ലോ. എനിവേ അവിടെ സ്ത്രീകൾ, വേണ്ടത്ര സ്ത്രീകൾ, ആ സ്ത്രീകളുമായിട്ട് ആവശ്യത്തിലേറെയുള്ള, നമ്മളൊരു ദിവസം കണ്ടതല്ലേ, ഇവൻ മറ്റേ BJP നേതാവ് കോഴി, അവൻ ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി ജ്യൂസ് ഊറ്റി എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്തായാലും ശ്വേതാമേനോൻ അവളുടെ ശരീരത്തിൽ ഏതോ പണ്ട് പീതാംബരക്കുറിപ്പൊന്ന് തൊട്ടു എന്ന് പറഞ്ഞിട്ട് ലഹള ഉണ്ടാക്കിയോളാ. അതെന്തോ ആകട്ടെ, ഇതൊക്കെ ഒരു ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമം നടക്കുമല്ലോ. അപ്പം അതിന് വിഭിന്നമായിട്ട് മമ്മൂട്ടി സിനിമയ്ക്കകത്ത് പോലും ഏതൊരു സ്ത്രീ ഇറുക്കി പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാകണം, പക്ഷെ അത് കണ്ടാലറിയാം അതിങ്ങനെ മുതലിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാ അഡ്വർടൈസ്മെന്റിൽ വന്നിട്ട് പോലും ബാക്കിയിൽ പറയാൻ തോന്നുന്നില്ല, ജി മാറ്റിയിട്ട് വേറൊരു വാക്കാ വെക്കേണ്ടത്. അവർ കുറെ അഡ്വർടൈസ്മെന്റ്, കുറെ ഇളിബ്യൻ ഒരുത്തം വരുന്നുണ്ട്, മറ്റേ പെണ്ണും വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഞാൻ ചാനൽ മാറ്റും. അവിടെ വെച്ച് ആവശ്യമില്ലാത്ത തോളത്ത് കൈയിട്ട് കെട്ടിപ്പിടിച്ച്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നിട്ട് പോലും, അങ്ങനെ ഒരു ലോകത്തെ വിഹരിച്ചിട്ട് പോലും മമ്മൂട്ടി നല്ലൊരു മുസൽമാനായിട്ട് 5 നേരം നിസ്കരിക്കുന്നതിൻ്റെ അർത്ഥതലങ്ങൾ എപ്പോഴും സ്മരിക്കുന്നവരായിട്ട്, ഇത് തന്റെ ജോലിയായിട്ട്, തന്റെ കർമ്മമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഏത് രംഗത്ത് നിന്നാലും ആ രംഗത്ത് നിന്നുകൊണ്ട് അയാൾക്ക് അത്യുന്നതിയെ പ്രാപിക്കാം. ഏത് രംഗത്ത് നിന്നാണെങ്കിൽ പോലും. ഏതായാലും ആ രീതിയിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകൾ മുഴുവൻ ഇപ്പൊ വിജയങ്ങളാണ്. വലിയ വിജയവും ചെറിയ വിജയവും. ആരാണ്ടാ മമ്മൂട്ടി എന്നൊരു ചോദ്യം. ആരാണടാ ഈ മമ്മൂട്ടി? എൻ്റെ സുഹൃത്ത് അഭിമുഖീകരിച്ചൊരു ചോദ്യമാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞെന്താ അറിയാമോ? ഒരു നടനാടാ മമ്മൂട്ടി, അതാണ് പറഞ്ഞത്. മുമ്പ് സത്യനന്ദിക്കാട് ആരോ മറ്റോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത്
മറ്റുള്ള ഏതെങ്കിലും ഒഴിവ് വേളകളിൽ വരാൻ പോകുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അത് പഠിക്കലായിരിക്കും അദ്ദേഹത്തിൻ്റെ തൊഴിൽ. കൊച്ചുകുട്ടികളുടെ പോലെ ഇന്നും സിനിമ ആവേശമായിട്ട് കൊണ്ടു നടക്കുന്നു. ആ തൊഴിലിനോട് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉൾക്കടവും തീവ്രവുമായിട്ടുള്ള ഇടപെടൽ, മനസ്സാ വചസാ കർമ്മങ്ങളിൽ ഇടപെടൽ, അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. പലയിടത്തും കുഴിച്ചാൽ വെള്ളം കിട്ടില്ല. പക്ഷെ പല നടന്മാരും ചെയ്യുന്നതാ, കുറച്ച് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പ്രിൻസിപ്പളായിട്ട് ഇരിക്കുക അത്ര കാൽക്കട്ടയിൽ കോഴി, പിന്നെ കുറച്ച് തൃശ്ശൂരിനെ എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനുവേണ്ടി കുറെ വൃത്തികെട്ട കൊഞ്ഞാണൻ വിദ്യകൾ കാണിക്കുക. ഇതിനിടയിൽ അല്പം രാഷ്ട്രീയം, തല്ലണ്ട്, പിടിച്ച് തല്ലണ്ട്. നാളെ സുനിൽകുമാർ അല്ലെങ്കിൽ ടി എൻ പ്രതാപൻ അവർക്കറിയാവുന്ന സംഗീതത്തിന്റെ മേഖലയിലേക്കോ ഫുട്ബോളിന്റെ മേഖലയിലേക്ക് കിടക്കുന്നു. അതിന്റെ കൂടുതലൊരു പാർട്ട് ടൈം ബിസിനസ്, ഒരു പാർട്ട് ടൈം രാഷ്ട്രീയം, ഫുൾ ടൈം രാഷ്ട്രീയമല്ല. നമ്മളുടെ ശ്രീനിവാസ ആചാര്യൻ പറഞ്ഞ പോലെ, ചിന്താവിഷ്ടയ ശ്യാമളയിൽ പറഞ്ഞ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ, മലയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇനി മാലയ്ക്ക് ഊരിക്കോളോ എന്ന് പറഞ്ഞു. അങ്ങനെയുടെ അച്ഛനോ മറ്റോ തിലകനോ മറ്റോ അപ്പം അദ്ദേഹം പറഞ്ഞു, അപ്പം ഞാനൊരു പാർട്ട് ടൈം ഭക്തനാവണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അയാൾ ഫുൾ ടൈം ഭക്തനായി അവസരം ഭാര്യയ്ക്ക് ഉപയോഗിച്ച് പോയി ചരിത്രമാണ്. അതുപോലെ ഒരു പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനായിട്ട് കുറച്ച് അവിടെ കുഴിച്ചു, കുറച്ച് ഇവിടെ കുഴിച്ചു, കോൺഗ്രസിൽ കുഴിച്ചു, അവിടെ ഗതി കിട്ടിയില്ല, കരുണാന്റെ വാലുമ പിടിച്ചു കിടന്നു, ഗതി കിട്ടിയില്ല, അവസാനം ഇവിടെ ഒന്ന് കുഴിച്ചോണ്ടിരിക്കുകയാണ്. ആ കുഴിയിൽ അയാൾ വീഴുന്നുള്ള കാര്യത്തിൽ അവസാനം അയാളെ ശവക്കുഴിയായിരിക്കും. അപ്പം അതങ്ങനെ ഒരു സിനിമ പിടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭ്രമയുഗം കണ്ട സമയത്ത് ഭ്രമയുഗത്തിന്റെ പേര് ഭ്രമം എന്നാണ്. പക്ഷെ ജനങ്ങളെ ഭ്രമിപ്പിച്ചില്ല, എന്നാൽ ഭ്രമിപ്പിച്ചു. ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മൾ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 500 രൂപയുടെ സാധനവും കൊണ്ടാണ് നമ്മൾ പോരുന്നത്. ലാഭം, വമ്പിച്ച ലാഭം. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ, സിനിമ കാണുന്ന സമയത്ത് മരവിച്ചിരിക്കുക, മരം പോലിരിക്കുക, എന്തോ കാണുന്ന പോലെ. അച്യുതമേനോൻ കാഞ്ചന സീത സിനിമ കണ്ടു, അരവിന്ദന്റെ. ഇറങ്ങി വന്ന് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് സംവിധായക? ഹേ സംവിധായക, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അതിലെല്ലാം കഴിഞ്ഞു. അച്യുതമേനാ പറയുന്നത്, സി അച്യുതമേനോൻ. അവിടെ അരവിന്ദന്റെ തല കയറുന്നു, തോന്നിയ ദിവസം കാണിക്കുക ഓരോന്ന്. എന്നിട്ട് ഇതാണ് സിനിമ എന്ന് പറഞ്ഞ് അവളുടെ ഉള്ളിൽ കൊണ്ട് കയറ്റാണ്. വളിപ്പൻ, മലയക്കോട്ട വളിപ്പൻ. ആ സിനിമ വന്ന സമയത്ത് നമുക്ക് അപ്പോഴേ അറിയാം, ഇവർ ചിലപ്പോൾ പറയും ഹോളിവുഡിനെ വെല്ലുവിളിക്കുന്ന സിനിമ. അത് കേട്ടാൽ തന്നെ അറിയാവുന്ന സിനിമ ഫ്ലോപ്പാണെന്ന്. ഹോളിവുഡിനെ വെല്ലുവിളിക്കാൻ പറ്റില്ല, കാരണം അത് കഴിവിൻ്റെ അല്ല, അത് ലോകമെമ്പാടും പരക്കുന്ന സിനിമയാണ്. അവർക്ക് 300 കോടി, 400 കോടി, 500 കോടി, 600 കോടി, 1000 കോടി അവർക്ക് മുടക്കാൻ പറ്റും. ആ പൈസ തിരിച്ചു കിട്ടും. ഇത് കുറച്ച് മലയാളികളെ മാത്രം കാണിക്കാൻ വേണ്ടി ഇത്ര രൂപ മുടക്കാൻ പറ്റൂ? എന്തായാലും വാലിബൻ പുറത്തേക്ക് വന്നു, അകത്തേക്ക് പോയി, ദാ വന്നു, ദേ പോയി. 1.5 ഓടി എന്ന് പറയില്ലേ വിനായകൻ പറഞ്ഞ പോലെ, 1.5 ഓടി ആദ്യത്തെ ദിവസം തന്നെ. സിനിമ തുടങ്ങി 1 മണിക്ക് സിനിമ തുടങ്ങി 1.5 ആൾക്കാർ പോയി എന്നാ പറയണത്. എനിക്ക് ഓടിയെന്ന് ആണ്, 1.5 ഓടി. ഇതൊക്കെയാണ് സ്ഥിതി. ഇത് കഴിഞ്ഞ് വാലിബൻ സിനിമയുടെ റിവ്യൂസൊക്കെ വന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അവർ കാണിച്ച വൃത്തികേടല്ലേ, സിനിമയ്ക്ക് ഹാനികരമായിട്ട് ഭവിച്ചു. വാലിബൻ സിനിമ കാണണമെങ്കിൽ ബുദ്ധി വേണം. കാരണം കേരളീയർക്ക് വലിയ ബുദ്ധിയില്ലെന്നിപ്പോ മനസ്സിലായല്ലോ. വാലിബൻ സിനിമ പത്തി മടക്കി. ഇങ്ങനെ ജനങ്ങളെ ഭ്രമിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഹോളിവുഡ് സിനിമകളുണ്ട്. ട്രോയ്, ഞാൻ എൻ്റെ അതിൻ്റെ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. ബെൻഹർ, വേർ ഈസ് ഡെയർ, ക്ലിയോപാട്ര, ബൈബിള്, മെക്കന്നസ് ഗോൾഡ്. ഇന്ത്യ തീരത്ത് നമ്മളതിങ്ങനെ പറഞ്ഞതിന് അർത്ഥമില്ല. കോവാഡീസ്, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ അത് കണ്ടൂടെ? ഇവിടെ വന്ന് ഇവർ കാണിക്കുന്നത് ടിഷും എന്ന് പറഞ്ഞാൽ ഇടികളും കാര്യങ്ങളും. അവർ ഫൈറ്റേഴ്സ് അഭിനയിക്കുന്നത്. ബ്രാഡ് പിറ്റ് ഫൈറ്ററാണ്. ബ്രാഡ് പിറ്റ് ഇവിടെ ഒന്ന് കുറെ എന്ന് കാണിക്കുന്നത്. ഇതൊക്കെ കാണിച്ച് അത് കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു. നല്ല നല്ല കഥകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മനസ്സ് അവിടേക്ക് പോകണം, മനസ്സ് ഇപ്പുറത്തേക്ക് പോകരുത്. അതാണ് ഭ്രമയുഗം.
ഭ്രമയുഗം സിനിമ കണ്ടിട്ട് ആളുകൾ പുറത്ത് എങ്ങനെയുണ്ടോ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയിപ്പിക്കലല്ല, അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. ഭ്രമയുഗം സിനിമ വരുന്നതിന് മുമ്പ് ദാ വരുന്നു ബ്രഹ്മയുഗം, ദാ വരുന്നു ബ്രഹ്മയുഗം, ദാ വരുന്നു ബ്രഹ്മയുഗം. ആ തുടങ്ങി വെച്ച് ഒടിയാനല്ല മറ്റാണ് തുടങ്ങി വെച്ചത്. ആൾക്കാർ എന്തായി വരണേന്ന്. നമ്മളെ വേലായുധൻ്റെ പാമ്പുകളിയുണ്ട്, അത് മറ്റേ പാമ്പിൻ്റെ ഒപ്പം കഴിഞ്ഞ വേലായുധനല്ല, തൃശ്ശൂർ വേലായുധനുണ്ട്. അത് രണ്ടൊന്ന് കൂടെയും കൊണ്ടുവയ്ക്കും. എന്നിട്ട് ആ കൂടെ തട്ടിയിട്ട് പറയും ഇതിനകത്തുള്ളത് ഇതിനകത്തുള്ളത് ഇതിനകത്തുള്ളത്. നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിക്കും, സ്കൂളിലും കോളേജിലും വന്ന പിള്ളേർ. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത കരിമൂർഖനാണ് അതിനകത്തുള്ളത്, സാക്ഷാൽ ആനന്ദനാണ് അതിനകത്തുള്ളത്. നിങ്ങൾക്കറിയാമോ ഇയാളെ കൂടെ എന്ത് ചെയ്താലും തുറക്കില്ല, ഈ കൂടെ എന്ത് ചെയ്താലും തുറക്കില്ല. ഇനി എങ്ങാനും കൂടെ തുറന്നാൽ അതിനകത്തുള്ളത് എന്താ അറിയാമോ? ഒരു നീർക്കോലി. ഇതുപോലെയാണ് സിനിമ വരുന്നതിന് മുമ്പ് ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു. ഭ്രമയുഗത്തിൽ അങ്ങനൊന്നും ഉണ്ടായില്ല. സിനിമ വന്നു, ആൾക്കാർ കണ്ടു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അടുത്ത ആൾക്കാരോട് പറഞ്ഞു, അവർ വന്നു. ഇപ്പം എന്തായി? സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല. അവരൊരു കുട്ടി സെലിനോ ഹസീനോ നമ്മൾ മലയാളത്തിലെ കുട്ടിയാണ്, അത് പോയിട്ട് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ, തെലുങ്ക് സിനിമയാണോ മലയാള സിനിമയാണോ എന്ന് എനിക്കറിയില്ല, അതുപോലെ ഇടിച്ചു കയറുകയാണ്. ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ, കേരളത്തിലെ ജനങ്ങളുടെ, അവരവിടെ ചെല്ലുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിന് കാർൽ മാർക്സിന്റെ മൂലധനം പുസ്തകം വായിച്ചാൽ പോരെ. അവരവിടെ പോയി ചെല്ലുന്നത് 1.25 മണിക്കൂർ ഇരുന്ന് ചിരിക്കണം, അല്ലെങ്കിൽ കരയണം, അവരൊരു വികാരത്തിനൊരു തള്ളിച്ച ഉണ്ടാക്കണം, ഇതിനവിടെ പോകുന്നത്. ഏതായാലും ജനങ്ങൾക്ക് വേണ്ടത് തിയേറ്ററിനകത്ത് കിട്ടണം. പുറത്തു വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, പാടത്തും പറമ്പിലല്ല ജോലി. കാലത്ത് എഴുന്നേൽക്കുന്നു, ചന്ദ്രനിലേക്ക് പോകണ മേക്കപ്പ് ചെയ്യണം, കുട്ടികളെ പണ്ടൊക്കെ ഇടാ സമയം പോകും സ്കൂളിലേക്ക്. അവൻ തോന്നിയ സമയത്ത് സ്കൂളിൽ പോകും, തോന്നുന്ന സമയത്ത് തിരിച്ചു വരുന്നതല്ല. കാലത്ത് അവൻ 5 മണിക്ക് എഴുന്നേൽക്കണം, ട്യൂഷനുണ്ട്, അവന് വേഷം ധരിക്കണം. ചന്ദ്രനിലേക്ക് പോകുന്ന ആൾക്കാരെ പോലെ കുട്ടികൾ പോകുന്നത്, അതിന് ഭർത്താവിനെ പറഞ്ഞയക്കണം, എന്നിട്ട് സ്വയം അവിടേക്ക് പോകണം. അവർക്കും ജോലിയുണ്ട്, വീട് കാലിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആഴ്ചയിൽ സിനിമ വരാൻ പോകുമ്പോൾ വാലിബൻ ചിന്തിക്കുക. ഇങ്ങനത്തെ സിനിമ കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാകും? ഏതായാലും മമ്മൂട്ടി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അങ്ങനെ മറ്റേ ഓടിത്തളരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും കാര്യത്തിന് ചാടി പിടിക്കാനും വേണ്ടി നിൽക്കുന്ന ഒരാളല്ല. ഈ സിനിമ പിടിക്കാൻ പോണു, മമ്മൂട്ടിയുടെ അടുത്ത് ചെല്ലുകയാണ്. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുന്ന, ബ്ലാക്ക് ആൻഡ് വൈറ്റോ അത് നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കോ നോക്ക് എന്ന് പറയല്ല ചെയ്ത്. ഈ ഒരു യുഗത്തിൽ പണ്ടത്തെ കളർ സിനിമയല്ല ഇപ്പോഴത്തെ കളർ സിനിമ. ഈ കളർ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെല്ലുമായിട്ട് കിട്ടുന്നതല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യങ്ങൾ ഇപ്പോൾ സാധാരണ ഇല്ലല്ലോ. ആയതുകൊണ്ട് തന്നെ പിടിക്കുന്നത് ഇപ്പൊ ക്യാമറ ഇതെല്ലാം ഡിജിറ്റലാണ്. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുത്തിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകും, കളർന്ന് കുത്തിയാൽ കളറാകും, പലതരം കളറാകും, എന്ത് വേണിയാക്കി മാറ്റാം. എന്നിട്ട് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പ്രത്യേകിച്ച് ചിലവില്ല. പണ്ട് കളറിന് വേറെ ചിലവ്, സെല്ലുലോയിഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അത്ര ചിലവില്ല. ഇന്നിപ്പോൾ എല്ലാം നമുക്ക് നല്ലൊരു മൊബൈൽ എടുക്കാവുന്ന കാര്യമുള്ളൂ, നല്ല വലിയ ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. തനിക്ക് വട്ടുണ്ടോ എന്നും മമ്മൂട്ടി ചോദിച്ചില്ല. എന്തോ സംതിങ് റിമെയിൻസ് ബിഹൈൻഡ് ദിസ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. ഞാൻ മേക്കപ്പ് ചെന്നപ്പോൾ എന്താ, ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും സുന്ദരൻ ആരാ ചോദിച്ചാൽ മമ്മൂട്ടിയാണ്. സൗന്ദര്യം ഈ മുഖത്ത് മാത്രമല്ലല്ലോ, ആന്തരികമായിട്ടുള്ള സൗന്ദര്യം, പുരുഷന്റെ സൗന്ദര്യം, ശബ്ദ സൗന്ദര്യം, പെരുമാറ്റത്തിന്റെ സൗന്ദര്യം, മാന്യതയുടെ സൗന്ദര്യം, ഒരു ഒത്ത മുസൽമാൻ. അത് സൗന്ദര്യത്തിന്റെ ഒരു ഡെഫിനേഷനാണ് മുസൽമാൻ. എല്ലാവരും അല്ല കേട്ടോ. അപ്പൊ മേക്കപ്പ് എന്താണ്? മേക്കപ്പ് അദ്ദേഹത്തെ മുഴുവൻ കറുപ്പിക്കുന്നു. നല്ലൊരു മന, വരിക്കാശ്ശേരി മന. ആ വരിക്കാശ്ശേരി മന മാത്രമല്ല, വേറെ ഒരു മനയും കൂടി പേര് ഞാൻ മറന്നുപോയി. ഈ 2 മനകൾ ഇന്നും സുന്ദരങ്ങളായിട്ട് നിലനിൽക്കുന്ന മനകളാണ്. അത് മുഴുവൻ സാധാരണ ഭാഷയിൽ, നാടൻ ഭാഷ നാശിപ്പിച്ചു. ഏതോ 10-200 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത കാട് കയറിയ പ്രേതഭൂമിയാക്കി മാറ്റിയ അതിൻ്റെ എന്താ ചെയ്യുന്ന ആൾക്കാരെ പേരെന്താ പറയുക, ആൾക്കാരേക്ക് നമ്മൾ എനിക്ക് തോന്നിയത് അയാളുടെ തലേമ പിടിച്ചൊരു കുത്താൻ തോന്നി, ദേഷ്യം തോന്നി. അതാണ് അവരുടെ വിജയം. വരിക്കാശ്ശേരി മന കാണിച്ചു കൂട്ടിയത് കണ്ടോ? അതാണ് അവരുടെ വിജയം.
TJ രവി അല്ലെങ്കിൽ മറ്റേ ചില അംജദ് ഖാൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആൾക്കാർ കണ്ടപ്പോൾ അംജദ് ഖാനെ പുറത്തു കിട്ടിയ കൊല്ലും. അതാണ് അയാളുടെ വിജയം. ഏതായാലും മമ്മൂട്ടി ഇരുന്നു കൊടുത്തു കംപ്ലീറ്റ് ചായ അടിക്കാൻ വേണ്ടിയിട്ട്. കഥകളി വേഷം കിട്ടുന്ന സമയത്ത് ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളുടെ നളന്റെ വേഷം ഗോപിയേട്ടൻ പറയാറുണ്ട്, അതാണ് കിടന്നു കൊടുക്കുമ്പോൾ ഒരു സുഖമാണ്. കാരണം അഭിനയിച്ച് അങ്ങോട്ട് തിമർക്കാം. ഒരുപാട് സമയം വേണം കിടന്നു കൊടുക്കണം, ഒരുപാട് സമയം, മണിക്കൂറുകളോളം. ഇതുപോലെ മമ്മൂട്ടി ഇരിക്കുകയാണ്, ശരീരം മുഴുവൻ കറുപ്പടിക്കുന്നു. പിറ്റേ ദിവസം വരുന്നു, ശരീരം മുഴുവൻ കറുപ്പടിക്കുന്നു. വൈകുന്നേരം ഇത് തേച്ചാൽ പോകുമോ അറിയില്ല. എന്തായാലും ഇതിനൊക്കെ മറികടന്ന് ഈ സിനിമ പിടിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് കൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വലിയൊരു പത്മശ്രീയാണത്. കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കുതിരയ്ക്ക് ജീനി വെച്ച പോലെ സിനിമ സിനിമ സിനിമ. രണ്ടാമതൊരു കാര്യം കൂടി അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് മാവേലിക്കർ പ്രഭാകരവർമ്മ പറഞ്ഞ പോലെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ, എനിക്കൊരു ഭാര്യയുണ്ട്. യേശുദാസ് ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, യേശുദാസ് ചിരിച്ചു. സംഗീത എന്നല്ലേ പേര്? അതെ. അവരെ മമ്മൂട്ടിക്ക് 2 ഭാര്യമാരാ, ഒന്ന് സിനിമ, ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി. അവരുടെ പേരെനിക്കറിയില്ല. സുലു അല്ലേ? അറിയില്ല, അങ്ങനെ പേര് വിളിക്കാൻ പാടില്ലല്ലോ, സുലു എന്ന മഹതി. അപ്പോൾ ഇവര് 2 പേര് ആ ഫാമിലിയോട് അദ്ദേഹം പുലർത്തുന്ന പ്രതിബദ്ധത എന്താണോ അതേ പ്രതിബദ്ധതയാണ് സിനിമയോടും പുലർത്തുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ മുഴുവൻ വിജയവും. ഭ്രമയുഗം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി അതുകൊണ്ട് സിനിമയുടെ ഉത്തുംഗ പദങ്ങളിൽ എവറസ്റ്റ് കൊടുമുടിയുടെ മേലെ കയറിയിട്ട് ആരും ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറാൻ ആരും ശ്രമിക്കാറില്ലല്ലോ, പിന്നെ അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ മമ്മൂട്ടി എവറസ്റ്റ് കൊടുമുടി കയറിയിട്ടില്ല എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ വരട്ടെ. ഭ്രമയുഗത്തെ പോലും ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. നമസ്കാരം.